ഞാൻ നിഖിൽ, ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന 5ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിലെ ആദ്യ പാഠഭാഗമാണ്. ആദ്യ യൂണിറ്റായ ദ മിറർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്തെ ആദ്യ ചാപ്റ്ററാണ് ദ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും ഈ ടെക്സ്റ്റ് എടുക്കുക. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് ദ മിറർ. അതിനകത്ത് ആദ്യം എന്താണ്, ചെറിയൊരു കാർട്ടൂൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് കാർട്ടൂൺ എന്ന് നമുക്ക് നോക്കാം. ആ പിക്ചറിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. This cartoon shows the reaction of the viewers when the first ever motion picture was shown in Paris. It was a 50-second long film directed by Lumiere Brothers, January 25, 1896. നമുക്കറിയാം, ഒരു ചെറിയ കാർട്ടൂൺ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ കാർട്ടൂൺ ചിത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ഇതൊരു മോഷൻ ഫിലിമാണ് അല്ലെ. ഇത് ആരാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലൂമിയർ ബ്രദേഴ്സ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പാരീസിൽ ഈ ഒരു മോഷൻ ഫിലിം കാണുമ്പോൾ അവിടുത്തെ ആളുകളുടെ റിയാക്ഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആളുകളെല്ലാം എന്ത് ചെയ്യണം? നമുക്ക് കാർട്ടൂൺ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ട്രെയിൻ വരുന്നുണ്ട്, ആളുകളെല്ലാം എന്താണ് അത് കണ്ട് പേടിച്ച് ദൂരേക്ക് ഓടി മാറുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു മോഷൻ ഫിലിം ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പാരീസിൽ പ്രദർശനം നടത്തുന്നത്. അപ്പോൾ ഇത് ആളുകൾ കാണുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്ത് ചെയ്യും? ഈ ട്രെയിൻ ഞങ്ങളെ വന്ന് ഇടിക്കാൻ പോവുകയാണെന്നുള്ള ധാരണയിലാണ് അവിടുത്തെ ജനങ്ങൾ ഓടി മാറുന്നത്. 1896 ജനുവരി 25-ാം തീയതിയാണ് ഈ ഒരു ഫിലിം അവിടെ പ്രദർശിപ്പിച്ചത്. ഇത് ഡയറക്ട് ചെയ്തേക്കുന്ന ആരാണ്? ലൂമിയർ ബ്രദേഴ്സ് ആണ്. ഇതിനകത്ത് 3 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ആ 3 ചോദ്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. What do you see in the cartoon? എന്താണ് ആ കാർട്ടൂണിനകത്ത് നമ്മൾ കാണുന്നത്? ഒരു ട്രെയിൻ വരുന്നു, ആളുകൾ എന്താണ് ഓടി മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ആർ ദ വ്യൂവേഴ്സ് ഡൂയിങ്? അവിടുത്തെ കാഴ്ചക്കാര്, അതാണ് പറയുന്നത് വ്യൂവേഴ്സ്. അവിടുത്തെ കാഴ്ചക്കാര് എന്താണ് ചെയ്തത്? അവര് പല ഭാഗങ്ങളിലായിട്ട് ഓടി മാറുകയാണ് അവിടെ. What did they expect to happen? അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ ട്രെയിൻ അവരെ വന്ന് ഇടിക്കുവാണെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെന്ത് ചെയ്യുന്നത്? പല ഭാഗങ്ങളിലായിട്ട് ഓടി മാറുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദ ഐലൻഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ദ മിറർ എന്നാണ്. അതിനകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റിലോട്ട് ശ്രദ്ധിച്ചിരുന്നോണം. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ ദ ഐലൻഡ് നമുക്കറിയാം, നമ്മൾ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി, പഴയ ഒരു ജീവിതശൈലിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ജീവിതശൈലിയാണെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺസ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ് ഈ കാലത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് പോകാം. ദ ഐലൻഡ്. We have mobile phones, laptops, smart boards and many other gadgets today which make our life easy and comfortable. But there was a time when people didn't have any of these. The African folk tale you are about to read describes a humorous incident that happened at a time when people hadn't even heard of many of the things that we use now. അപ്പോൾ ഇവിടെ ചാപ്റ്റർ തുടങ്ങുകയാണ് ദ ഐലൻഡ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് തന്നെ പറയുന്നുണ്ട്, വി ഹാവ് സ്മാർട്ട് ബോർഡ്സ്, ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ് അല്ലെ. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം അല്ലെ, നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗാഡ്ജറ്റ്സിന്റെ മീനിങ്? സാധനം അല്ലെങ്കിൽ വസ്തു എന്നുള്ളതാണ് അല്ലെ. നമുക്കിപ്പോൾ പലതരം വസ്തുക്കൾ നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാനുണ്ട്. അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ലൈഫ് അല്പം കൂടി ഈസിയും കംഫർട്ടുമായിട്ടാണ് നമ്മൾ ഫ്രണ്ടോട്ട് പോകുന്നത്. എന്താണ് കംഫർട്ട് എന്ന് വെച്ചാൽ അല്പം സുഖകരമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ബട്ട് there was a time when people didn't have any of these. അപ്പോൾ പണ്ടത്തെ കാലത്ത് എന്താണ് ഈ വസ്തുക്കളൊന്നും ഇല്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് നയിച്ച് സമയങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു സമയത്തെ പറ്റിയാണ് ഈ ഒരു കഥ പറയുന്നത്. The African folk tale you are about to read describes a humorous incident that happened at a time when people hadn't even heard of many of the things that we use now. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഒരു ആഫ്രിക്കൻ ഫ്ലോക്ക് ടെയിൽ ആണ് അല്ലെ. ആഫ്രിക്കൻ ഫ്ലോക്ക് ടെയിൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ആഫ്രിക്കയിലെ ഒരു പഴങ്കഥയാണ് ഇവിടെ പറയുന്നത്. ഇതെന്താണ്, ഫലിതമായിട്ടുള്ള ഒരു കഥ കൂടിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഹ്യൂമറസ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് ഈ ഫോണും ലാപ്ടോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്
നടന്ന ഒരു ഇൻസിഡന്റ് ആണെന്ന് ഈ കഥയിലുള്ളത്. അപ്പൊ നമുക്ക് ഈ കഥ ഇന്ന് നോക്കാം. Long ago, a fisherman and his wife lived on an island. It was a lonely island. The people of the island led a quiet and simple life. They had no electricity, no phone, no television, no newspaper. They had no hairbrush, no mirrors either. അപ്പോൾ പണ്ട് എന്താണ്, ഒരു ഫിഷർമാനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ഐലൻഡിൽ ജീവിച്ചിരുന്നു അല്ലെ. അതാണ് കഥയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ലോങ് എഗോ എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഓൺ എ ഐലൻഡ്. അപ്പോൾ ഐലൻഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താണ്? ദ്വീപ് എന്നാണ്. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. എന്താണ്? അത് ഒരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു. The people of the island led a quiet and simple life. They had no electricity, no phone, no television, no newspaper. അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ആളുകളെല്ലാം എന്താണ്? സ്വസ്ഥമായിട്ടാണ് ജീവിച്ചിരുന്നത്. വലിയ ആഡംബര ജീവിതമൊന്നും അല്ലായിരുന്നു അവര് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. They had no electricity, no phone, no television, no newspaper. അവർക്ക് ഇലക്ട്രിസിറ്റിയോ ന്യൂസ് പേപ്പറോ ഫോണോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. They had no hairbrush, no mirrors either. അവർക്ക് അറ്റ്ലീസ്റ്റ് എന്താണ്, ഒരു ഹെയർ ബ്രഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ചീപ്പോ അല്ലെങ്കിൽ എന്താണ് ഒരു കണ്ണാടിയോ പോലും അവിടെ ഉള്ളവർക്ക് ഇല്ലായിരുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. The only way the islanders came to know about the world outside was through the ships that passed the island. അപ്പോൾ അവിടുത്തെ ഐലൻഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ആ ഐലൻഡിൽ താമസിക്കുന്ന ആളുകൾ അല്ലെ. ആ ആളുകൾക്ക് പുറം ലോകത്തെ പറ്റി അറിയാൻ കഴിയുന്നത് എപ്പോഴാണ്? അതിലേക്കൂടെ ഷിപ്പൊക്കെ പാസ് ചെയ്യുമ്പോൾ, ആ സീയിൽ കൂടെ അല്ലെ, ആ കടലിൽ കൂടെ ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ആളുകൾ എന്താണ് പുറം ലോകത്തെ പറ്റി അറിയാൻ കഴിയുന്നത്. The sailors in the ship threw old worn out toothbrushes, broken buckets, torn shoes, etc. അപ്പോൾ ആ കപ്പലിനകത്തുള്ള യാത്രക്കാർ എന്ത് ചെയ്യും? അവർക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ടൂത്ത് ബ്രഷസ് അല്ലെ, അവർ ഉപയോഗിച്ച് തീർന്ന ടൂത്ത് ബ്രഷസും പൊട്ടിയ ബക്കറ്റും എന്താണ് കീറിയ ചെരുപ്പും എല്ലാം എന്ത് ചെയ്യും? കീറിയ ഷൂസും എല്ലാം അവരെന്ത് ചെയ്യും? എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുമായിരുന്നു. When these things came ashore, the people of the island collected them. അവർ ഉപയോഗിച്ച് തീർന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? അവർ കടലിലേക്ക് വലിച്ചെറിയായിരുന്നു. ആര്? നമ്മുടെ ഈ സെയിലേഴ്സ്. അപ്പോൾ ഈ സെയിലേഴ്സ് വലിച്ചെറിയുന്ന കാര്യങ്ങളെല്ലാം കടൽ തീരത്ത് വന്ന് അടിയുമ്പോൾ ഇതെല്ലാം ആര് വന്ന് കളക്ട് ചെയ്യും? ആ ഐലൻഡിൽ താമസിക്കുന്ന ആളുകൾ അതെല്ലാം വന്ന് കളക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയ ദ മിറർ, അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ദ ഐലൻഡ് എന്ന പാഠഭാഗം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് വീട്ടിൽ നിന്ന് എല്ലാവരും വായിച്ചു നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.